നമ്മൾ വീണ്ടും പാലക്കാട്ടേക്ക് പോകുന്നു. ബ്രൂവറി അനുവദിച്ചതിൽ BJP 2 ദിവസമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഇന്നലെ BJP നേതാക്കളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മഹിളാ മോർച്ച പ്രവർത്തകർ കുടിവെള്ള പാത്രങ്ങളുമായിട്ട് അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ഇന്ന് രാവിലെ BJPയുടെ ദേശീയ കൗൺസിൽ അംഗമായ N ശിവരാജൻ ഈ പ്ലാന്റ് വരുന്നത് നല്ലതാണ് എന്ന നിലപാട് എടുക്കുകയും ചെയ്തത്. വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കണം, പരമാവധി പാലക്കാട്ട് അത്തരം പദ്ധതികൾ വരട്ടെ എന്ന നിലപാട് സ്വീകരിച്ചു. കൃഷ്ണകുമാർ ഇന്ന് വീണ്ടും ഈ പദ്ധതിയെ എതിർത്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരികയും ചെയ്തു. നന്ദഗോപാലിനോടൊപ്പം ചേർന്ന് നന്ദഗോപാൽ, N ശിവരാജന്റെ എതിർപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അതായത് BJP ഈ ഒരു ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടം മുതൽ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയ കാര്യം മദ്യ കമ്പനി പാലക്കാട് വേണ്ട എന്നുള്ളതാണ്, ഒപ്പം ജലചൂഷണവും തടയണമെന്നുള്ളതാണ്. പക്ഷേ ഇതിലൊരു ഭിന്നാഭിപ്രായവുമായാണ് ദേശീയ കൗൺസിൽ അംഗമായ N ശിവരാജൻ ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യം ജലചൂഷണം തെറ്റായ കാര്യം തന്നെയാണ്, പക്ഷേ മദ്യ കമ്പനി വരുന്നതിൽ തനിക്ക് എതിർപ്പില്ല എന്നുള്ളതാണ് ഒരു ദേശീയ കൗൺസിൽ അംഗം തന്നെ ചൂണ്ടിക്കാട്ടിയത്. അതിന് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന കാര്യം നിരവധി ആളുകൾക്ക് ജോലി ലഭിക്കുമെന്നുള്ളതാണ്. എല്ലാ വ്യവസായങ്ങളെയും എതിർക്കേണ്ടതില്ല, ഒപ്പം ഈ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നവർ വൈകിട്ട് മദ്യപിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ പരിശോധിക്കണമെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും BJPയുടെ നേതൃത്വത്തിൽ, മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം MP രാജേഷിന്റെ വീട്ടിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ കാലികുടങ്ങളുമായി എത്തിയ മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രധാന ഒരു പ്രസംഗം, അല്ലെങ്കിൽ പ്രധാനമായും അവർ പറഞ്ഞ കാര്യം ഈ മദ്യ കമ്പനി ഇവിടെ വരാൻ പാടില്ല എന്നുള്ളതാണ്. സമാനമായി ശിവരാജന് മറുപടിയുമായി C കൃഷ്ണകുമാർ തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം, സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ കാര്യത്തിൽ BJPയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മദ്യ കമ്പനിയെ എതിർക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ നിലപാട്. മറ്റുള്ള നിലപാടുകളൊന്നും തന്നെ, മറ്റുള്ള അഭിപ്രായങ്ങളൊന്നും തന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് C കൃഷ്ണകുമാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ദേശീയ കൗൺസിൽ അംഗമാണെങ്കിലും എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയെന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ BJPയുടെ നിലപാട് ഇത്തരത്തിൽ മദ്യ കമ്പനി വരേണ്ടതില്ല എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും നടത്തും എന്നുള്ളതും C കൃഷ്ണകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ BJPയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ജില്ലയിൽ തന്നെ വീണ്ടും ഒരു ഭിന്നത വീണ്ടും തെളിയുന്നു എന്നുള്ളതാണ് ദേശീയ കൗൺസിൽ അംഗത്തിന്റെ വിപരീതമായ ഈ ഒരു പ്രസ്താവന വ്യക്തമാക്കുന്നത്. ശിവരാജന്റെ പ്രതികരണം കാണാം. രാവിലെ നടത്തിയത് ഈ ബ്രൂവറിയെ നമ്മൾ എതിർക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, പ്രതിഷേധക്കാർ വൈകുന്നേരം മദ്യപിക്കാൻ പോകുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന പരിഹാസം കൂടി നടത്തുകയും ചെയ്തു. സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി അനുവദിച്ചപ്പോൾ കഞ്ചിക്കോട് മേഖലയിൽ വ്യവസായ മേഖല സ്ഥാപിക്കണം. ഇന്ന് വ്യവസായ മേഖല, കഞ്ചിക്കോട് മേഖല മുട്ടുസൂചി ഉണ്ടാക്കുന്നത് മുതൽ എല്ലാ വ്യവസായശാലകളും വരണം. എല്ലാ വ്യവസായശാലകളും വരും. മുട്ടുസൂചികൾ, അറവുശാല വരും. ഇതിനൊക്കെ എതിർക്കാതിരുന്നാൽ എതിർക്കാം. വെള്ളം ചൂഷണം ചെയ്യുന്നതിന് പക്കെതിരാണ്. മലമ്പുഴയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഈ വ്യവസായത്തിന് കൊടുക്കാൻ പാടില്ല, യാതൊരു സംശയവും. നന്ദഗോപാൽ, ഇപ്പോൾ ഇതിനകത്ത് ഈ മലമ്പുഴയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് ഇദ്ദേഹം പറയുകയാണ്. അപ്പം നമുക്കറിയാവുന്ന പോലെ മലമ്പുഴയിലെ വെള്ളം എടുക്കാനുള്ള പദ്ധതിയായിട്ട് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ കമ്പനി ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാം, കാരണം മലമ്പുഴയിൽ നിന്ന് വെള്ളം എടുക്കാനാണ് അതിൻ്റെ പരിപാടി. ഇത് ഈ വിഷയത്തെ മുൻനിർത്തിയുള്ള ഒരു നിലപാടല്ല, മറിച്ച് പാലക്കാട്ടെ BJPക്കകത്ത് പുകഞ്ഞു പൊന്തുന്ന വിഭാഗീയതയ്ക്ക് ഇതൊരു കേവലമായ ആയുധമാകുന്നു എന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നന്ദഗോപാൽ, തീർച്ചയായും അങ്ങനെയാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത്. അതായത് BJP ആദ്യഘട്ടം മുതൽ ഒറ്റക്കെട്ടായി ഒരു സംഭവത്തെ എതിർക്കുന്നു. പക്ഷേ ദേശീയ കൗൺസിൽ അംഗം മാത്രം ഇതിനെ ഇതിൽ ഒരു ഭിന്നാഭിപ്രായമായി രംഗത്തെത്തുന്നത് താനുമായി ഈ ഒരു പ്രതിഷേധത്തെക്കുറിച്ചൊന്നും കൂടി ആലോചിച്ചിട്ടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടുകൂടിയായിരിക്കാം. പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞത് BJP നടത്തുന്ന ഈ പ്രതിഷേധങ്ങളെ കുറിച്ചൊന്നും തന്നെ തനിക്ക് വ്യക്തമായ അറിവില്ല എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു. BJPയുടെ ജില്ലാ നേതൃത്വം പറയുന്നത് മദ്യ കമ്പനിക്കെതിരെയാണ്, മദ്യ കമ്പനി വരരുത് എന്നുള്ളതാണല്ലോ BJP നേതൃത്വം പറയുന്നത്. ജലചൂഷണം രണ്ടാമത്തെ കാര്യമല്ലേ എന്നുള്ളത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ആ കാര്യത്തെക്കുറിച്ച് തനിക്ക് വ്യക്തതയില്ല എന്നുള്ളതാണ്. അതായത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമായി ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഓരോ ദിവസം നടക്കുമ്പോഴും ദേശീയ കൗൺസിൽ അംഗത്തിന് ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ദേശീയ കൗൺസിൽ അംഗം കൂടിയായ അദ്ദേഹത്തിന്റെ നിലപാട് ഇപ്പോഴും നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല എന്നുള്ളതുമാണ് ഇപ്പോൾ C കൃഷ്ണകുമാറിന്റെ ഒരു പ്രതികരണത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അതാണ് അപ്പോൾ
BJP-യിൽ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. സി കൃഷ്ണകുമാറിനെതിരെ ഈ ശിവരാജൻ തന്നെ രംഗത്തെത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പുകച്ചിലുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ വീണ്ടും ഒരു വലിയ പ്രതിഷേധം, വലിയൊരു ചർച്ചാ വിഷയം നടക്കുമ്പോഴാണ് ഈ ഭിന്നത പുറത്തു വരുന്നത് എന്നുള്ളതാണ് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം. അതായത് സംസ്ഥാനത്ത് തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു ബ്രൂവറി വിഷയത്തിൽ ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ BJP സംഘടിപ്പിക്കുമ്പോഴാണ് N ശിവരാജനെ പോലെ ദേശീയ കൌൺസിൽ അംഗം എല്ലാ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തുകയും മദ്യക്കമ്പനി വരുന്നതിൽ എതിർപ്പില്ല എന്നുള്ളതും ചൂണ്ടിക്കാട്ടുന്നത്.